അല്ല, അല്ലെങ്കിൽ കുളത്തിൽ നിന്ന് കയറാൻ നേരമില്ലല്ലോ എന്റെ കുട്ടിക്ക്. ഇപ്പോഴിതെന്ത് പറ്റി കുളിമുറിയിലേക്ക് മാറ്റിയേ? അത് പിന്നെ അപ്പറ ഇപ്പോ ആനന്ദ് അല്ല സാറുണ്ടല്ലോ, അതാ. അയ്യോ, ദേവൻ കുഞ്ഞൊരു പാവാണെന്തോ. എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രമേ അതിനറിയുള്ളൂ, ദ്രോഹിക്കാൻ അറിയില്ല. അതെ അതെ, എനിക്കല്ലേ അറിയൂ. പാവം. ഒറ്റയ്ക്ക് പോകാൻ മടിയാണെങ്കിൽ അമ്മയും വരാം. ഏയ് വേണ്ടമ്മ, ഞാൻ ഇവിടുന്ന് കുളിച്ചോളാം. എന്നാ സമയം കളയണ്ട, നടയടയ്ക്കും. ചെല്ല്. കൊള്ളാം, സുന്ദരിയായിട്ടുണ്ട്. നന്ദു, നീ റെഡി ആയെങ്കിലേ ഇറങ്ങിക്കോ. അമ്മ ഉണ്ണിയപ്പോ ഒന്ന് ചൂടോടെ ദേവൻകുഞ്ഞിനെ കൊണ്ട് കൊടുത്തിട്ട് വരാവേ. ആ അമ്മേ, ദേ കഴിഞ്ഞു. ഓക്കെ. ജീവപ്രായോ വന്നിട്ട് റിപ്ലൈ കൊടുക്കാം. നന്ദു, നീ ഇറങ്ങിയോ? ഇല്ലമ്മേ, ഇറങ്ങുവാ. ഓ, ഞാനോർത്ത് നീ പോയെന്ന്. അമ്മ എന്തിനാ ഓടിയേ? എന്നോട് പറഞ്ഞിട്ടല്ലേ പോയത്? ആ, അത് ദേവൻകുഞ്ഞും വരുന്നുണ്ടെന്ന് നിന്നോടൊരു 5 മിനിറ്റ് നിക്കാൻ പറഞ്ഞു. അത് പറ്റില്ല, ഇപ്പൊ ഇറങ്ങിയില്ലേ നട അടയ്ക്കും അമ്മേ. വണ്ടി എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് കുട്ടി. ഏതായാലും സമയം കളയണ്ട, അങ്ങോട്ട് ചെല്ലു. കൃഷ്ണ, ഇത്ര ഒരുങ്ങണ്ടായിരുന്നു. പോയി മാറ്റിയാലോ? അല്ലേ വേണ്ട, ഇനി നിന്ന നടയടയ്ക്കും. ശോ. അഞ്ച് മിനിറ്റ് ആയിട്ടും കാണുന്നില്ലല്ലോ. ഒന്ന് അകത്തു പോയി നോക്കിയാലോ? നട അടയ്ക്കല്ലോ കൃഷ്ണ. ഇയാളെന്താ വല്ല ഫാഷൻ ഷോയ്ക്കുവാണോ പോകുന്നേ? ഒന്ന് അകത്തു പോയി നോക്കിയാലോ? അമ്മേ, ആരുമില്ല, ഇപ്പൊ ശരിയാക്കി തരാം. എന്താ ഇത്? എന്നെ വീട് നിങ്ങൾ എന്തിനാ എന്നെ അകത്തോട്ട് വലിച്ചേ? വിടാം, പക്ഷേ ഒരു കടം ബാക്കിയുണ്ടല്ലോ. എന്ത് കടം? ഓ, ഒന്നും അറിയാത്ത പോലെ. സത്യം പറയാലോ, എനിക്കിപ്പോ ഈ പ്ലാൻ ഒന്ന് മാറ്റാൻ തോന്നുന്നുണ്ട്. ഈ ഗേൾ ഫ്രണ്ടും ഡേറ്റിംഗ് ഒന്നും വേണ്ട. ഹൗ അബൌട്ട് യു ബി മൈ വൈഫ്? ഇറ്റ്സ് മൈ ഫസ്റ്റ് ടൈം എനിക്കിങ്ങനെ ഒരു പെൺകുട്ടിയോട് പ്രേമമൊക്കെ. ആൻഡ് ജീവ പറഞ്ഞ പോലെ ഇറ്റ്സ് നൈസ്. നിങ്ങളുടെ ഡ്രാമേന്റെ പാരന്റ്സ് വിശ്വസിക്കുന്നുണ്ട്, അതുപോരെ? ഓ, ഫോർഗെറ്റ് ഇറ്റ്. ഇപ്പൊ കടം എങ്ങനെയാ? നീ തരുന്നോ അതോ ഞാൻ എടുക്കണോ? അല്ലേ വേണ്ട, ഞാൻ എടുത്തോളാം. നിന്റെ ചാൻസ് കഴിഞ്ഞു. അമ്പലത്തിൽ പോണം, നട അടയ്ക്കും പ്ലീസ്. ഇൻ വൺ കണ്ടീഷൻ. അമ്പലത്തിൽ നിന്ന് വന്ന ഉടൻ യു വിൽ ഫിനിഷ് ദിസ്. എനിക്ക് ഈ കിട്ടിയ സാധനം
തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ഒരു പീസ് കിട്ടില്ല. സോ എങ്ങനെയാ, നിൽക്കുവാണോ അതോ പോകുവാണോ? വന്നിട്ട് തരാം. Then get in the car. I'll be there in a quick second. ഹലോ, ഒന്ന് നിന്നേ. എന്താ? ചെരുപ്പ് ഇവിടെ ഊരി വെക്കണം. അമ്പലത്തിന് മുറ്റത്ത് ചെരുപ്പിട്ട് കയറാൻ പാടില്ല, അതറിയില്ലേ? ഇല്ല, പണ്ടെങ്ങാണ്ടോ പോയതാ. ഓക്കെ, ഇനി പോവാലോ? ആയില്ല. നൗ വാട്ട്? ഇനി അടുത്തത് ഈ ഷർട്ട് ഊരണം. അകത്ത് കയറണമെങ്കിൽ ഷർട്ടോ ബനിയനോ ഒന്നും പാടില്ല. ഫൈൻ. അവിടെയുള്ള മുറിയിൽ മേൽമുണ്ട് കിട്ടും, ഞാനൊന്ന് വാങ്ങിത്തരാം. ഓക്കെ. ഇനി അമ്പലക്കുളത്തിലെ കാലൊന്ന് കഴുകിയിട്ട് നമുക്ക് കയറാം. പിന്നെ അകത്ത് ഫോൺ ഉപയോഗിക്കാൻ പാടില്ല, നിശബ്ദത പാലിക്കണം. ഓ ശരി മീര ടീച്ചർ. ഇതാണ് അമ്പലക്കുളം. Wow. നീ ഇപ്പോഴും ഇതൊക്കെ ഇടാറുണ്ടോ, ഈ ആങ്ക്ലെറ്റ്സ്? ഇവിടുത്തെ ഉത്സവത്തിന് അച്ഛൻ വാങ്ങി തന്നതാ. എനിക്കിത് ഒരുപാട് ഇഷ്ടാ. ഇനി വേറെ എന്തെങ്കിലും ആചാരങ്ങൾ ബാക്കിയുണ്ടോ? ഇല്ല, ഇനി കണ്ണനെ കാണാൻ പോകാം, വാ. വാ, ദീപാരാധന തുടങ്ങി, വേഗം പോകാം. അവരെ പാസ് ചെയ്തു പോകുന്ന പെൺകുട്ടികളുടെ എല്ലാം കണ്ണുകൾ ആനന്ദിലേക്കായിരുന്നു. അവന്റെ വിടർന്ന തിളക്കമുള്ള കണ്ണുകളും വെളുത്ത ദൃഢമായ ശരീരവും അതിലുപരി നെഞ്ചിൽ തങ്ങി നിന്ന ഗരുഡമാലയും അവനെ കൂടുതൽ ആകർഷകനാക്കി. ഇങ്ങേരെന്താ വല്ല കാമദേവനുമാണോ ഇങ്ങനെയൊക്കെ നോക്കാൻ? അല്ല, ഇവരൊക്കെ നിന്നെ തന്നെ കാണാൻ വന്നതാണോ കൃഷ്ണ? ഒരുമാതിരി ആണുങ്ങളെ കണ്ടിട്ടില്ലാത്ത പോലത്തെ ഒരു നോട്ടം. അതെങ്ങനെയാ? മസിലൂർ ടിക്കറ്റ് നടക്കുമല്ലേ, പിന്നെ എങ്ങനെ നോക്കാതിരിക്കും? അയ്യോ, എനിക്കിതെന്താ? സോറി കൃഷ്ണ. കണ്ണനിൽ മാത്രം ശ്രദ്ധിക്കേ. ഓക്കെ. പ്രസാദം വേണ്ട മീര, ഞാനിതൊന്നും കഴിക്കാറില്ല. അമ്പലത്തിലേക്ക് വന്ന പ്രസാദം കഴിക്കണം. ഓ ഓക്കെ.
Is it this tasty? ഇഷ്ടപ്പെട്ടോ? ഞാൻ പറഞ്ഞില്ലേ നല്ല രുചിയായിരിക്കുമെന്ന്. കുഴപ്പമില്ല. ഇവൾക്ക് വേണോ നിന്നോടുകൂടി ചോദിച്ചാൽ എന്താ? വേണോ? Really? അയ്യോ തീർന്നു. നേരത്തെ വേണ്ടെന്ന് പറഞ്ഞതല്ലേ. ഇനി അടുത്ത തവണ അമ്പലത്തിൽ പോകുമ്പോ വാങ്ങിക്കാം. എനിക്കിപ്പോ വേണം. അതിനിപ്പോ എവിടെ നിന്ന് കിട്ടാനാ? അമ്പലം പൂട്ടിയില്ലേ? ഇതെന്തായി ചെയ്യണേ? എന്താ എന്താ വണ്ടി നിർത്തിയേ? എങ്ങോട്ടാ പോകുന്നേ? ഞാൻ പറഞ്ഞില്ലേ എനിക്കിപ്പോ പഞ്ചാമൃതം വേണമെന്ന്. എന്തായി കാണിക്കുന്നേ? വേണ്ട. സോറി മീര, ഞാൻ സോറിയോ? അതും ആനന്ദവർമ്മ? എങ്ങനെയാ ഞാൻ എങ്ങനെയാ ഇയാളെ മാത്രം കുറ്റം പറയുന്നേ? ഞാനും ഒരു നിമിഷം എനിക്ക് എന്താ പറ്റുന്നേ കൃഷ്ണ? ഇനിങ്ങളൊന്നും മിണ്ടില്ലേ? എങ്ങനെയാ ഈ മൂടൊന്ന് മാറ്റുക? സോ ഇറ്റ്സ് ഓവർ. എന്റെ കടം പഞ്ചാമൃതവും കൂട്ടി ഞാൻ തിരിച്ചു തന്നിട്ടുണ്ട്. പിന്നെ ആ ലാസ്റ്റ് മൂവ്, സോറി ഫോർ ദാറ്റ്, കയ്യിൽ നിന്ന് പോയതാ. അപ്പൊ ഇത് കടം തീർത്തതാണോ? അപ്പോ എനിക്ക് ആ ചുംബനത്തിൽ തോന്നിയ ആത്മാർത്ഥത സോക്കോൾ നാടകത്തിന്റെ ഭാഗമായിരുന്നു. ഞാൻ എന്തിനാ എനിക്ക് സങ്കടം? ആ മുഖത്ത് കുറ്റബോധമോ പശ്ചാത്താപമോ ഒന്നുമില്ല. അപ്പോ വെറും കടം വീട്ടലായിരുന്നു.